ഞാൻ സുധീർ എന്നോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു അഭിമാനകരമായ കാര്യമാണ്. നമ്മളെല്ലാം ഗുരുതുല്യയായി നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായി കാണുന്ന ഒരാളാണ്. ടീച്ചറെല്ലാം ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ ഗുരുവും അധ്യാപികയും എല്ലാമാണ്. ടീച്ചർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചും നിരൂപണങ്ങൾ വായിച്ചും ഒക്കെ വളർന്നു വന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ഇന്ന് ഈ 98ാം വയസ്സിൽ ഞാൻ സുധീർ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നിർബന്ധിച്ചിട്ട് എഴുതിയതാണ്, സുധീർ നിർബന്ധിച്ചിട്ട് എഴുതിയതാണെന്ന് എഴുതി രാമുഖൻ. പക്ഷേ ഒരു ഇതും തെറ്റാതെ, ഒരു ഓർമ്മയും തെറ്റാതെ ആ കഥാപാത്രങ്ങളെ സംബന്ധിച്ചും ഭാരതത്തിലെ മുഹൂർത്തങ്ങളെ സംബന്ധിച്ചും തൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. നമ്മളെല്ലാം കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം വായിച്ചു വളർന്നു വന്നവരാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ തൻ്റെ കാഴ്ചപ്പാട്. മഹാഭാരതത്തെ എങ്ങനെ കാണുന്നു, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എങ്ങനെ കാണുന്നു, മുഹൂർത്തങ്ങൾ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാം എന്ന് ടീച്ചറുടേതായ കാഴ്ചപ്പാടാണ്. അത് മഹാഭാരതം അത്രമാത്രം അഗാധമായി അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോന്നിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഭാരതത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ചും മുഹൂർത്തങ്ങളെക്കുറിച്ചും പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ശിവജി സാവന്തിൻ്റെ മൃത്യുഞ്ജയ എന്ന് പറയുന്ന കർണനെ കഥാപാത്രമാക്കിയിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകം. അദ്ദേഹത്തിൻ്റെ മകള് ട്രാൻസ്ലേറ്റ് ചെയ്ത യുഗാന്തർ എന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്. പിന്നെ അന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ ഇടയിലാണ് ഭാരത പര്യടനം, കുട്ടികൃഷ്ണമാരാരുടെ സാഗരമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. എഴുതിയാലും തീരാത്ത കഥാപാത്രങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ഓരോ കാഴ്ചപ്പാട് ഉള്ള ഇതാണ്. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും കൂടുതൽ മഹാഭാരതത്തെക്കുറിച്ച് അവഗാഹമുള്ള ഒരാൾ, ഒരു അധ്യാപിക, ഗുരുതുല്യായ ഒരു നിരൂപക എഴുതിയ പുസ്തകം എന്നതായിരിക്കും ഭാരതാലോകം അറിയപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി ടീച്ചർ എഴുതിയ ഈ പുസ്തകം കേരളത്തിന് സമർപ്പിക്കുന്നു. അത് ഞാൻ ശ്രീ സുധീറിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി വായിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് പുസ്തക പ്രകാശനത്തിന് അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ എന്ന്. അതെന്തായാലും ഇത് ഒരു കുറ്റബോധമാണ് എനിക്കുള്ളത്. സമയം അപഹരിക്കുന്നത്. ഞാനതിന് മാപ്പ് ചോദിച്ചുള്ളൂ. പിന്നെ ഇതുകൊണ്ട് ഈ കൃത്യം നിർവഹിച്ചതിന് ആ ഔദാര്യത്തിന് 1000 നമസ്കാരങ്ങൾ. പുസ്തകത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, അത് വായിക്കുന്നവരാണല്ലോ നിശ്ചയിക്കേണ്ടത്. കുറച്ച് കാലം കൊണ്ട് എഴുതിയെന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ കാരണം ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് വേറൊരു പുസ്തകം എഴുതാൻ വേണ്ടി മഹാഭാരതം വളരെ ശ്രദ്ധിച്ച് വായിച്ചിരുന്നു. അതുകൊണ്ട് ഇത് എഴുതുമ്പോൾ പ്രത്യേകിച്ചൊന്നും ക്ലേശം വേണ്ടി വന്നില്ല. ഭാരതശ്രീ എന്ന പുസ്തകം എഴുതുമ്പോൾ ഭാരതം വളരെ സൂക്ഷ്മമായി വായിച്ചിരുന്നുകൊണ്ട് ഓർമ്മയിൽ നിന്ന് എഴുതാൻ പറ്റുമായിരുന്നു. അങ്ങനെ സുധീറിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം എഴുതിയ പുസ്തകമാണ്. പിന്നെ ഇന്ന് ഒരു ദുഃഖമുള്ള ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരാൾ ഡോക്ടർ പരമേശ്വരൻ ഇന്നലെ നിര്യാതനായി എന്നാണ് ഇന്ന് കാലത്ത് പത്രത്തിൽ നടന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളോട് വളരെയധികം ആദരമുള്ളൊരു വ്യക്തിയാണ് ഞാൻ.